ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബോയ്സ് കോഡ് നോർമൽ ഫോം. സോ ഫസ്റ്റ് നോർമൽ ഫോം, സെക്കൻഡ് നോർമൽ ഫോം, തേർഡ് നോർമൽ ഫോം, ഇത്രയും നോർമൽ ഫോംസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ബോയ്സ് കോഡ് നോർമൽ ഫോം ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ബോയ്സ് കോഡ് നോർമൽ ഫോമിനെ ഷോർട്ടായിട്ട് BCNF എന്ന് പറയാം. സോ ഒരു റിലേഷൻ BCNFൽ ആകണമെങ്കിൽ എന്തെല്ലാം കണ്ടീഷൻസ് ആണ് ഫോളോ ചെയ്യേണ്ടത്? അതായത് ആ ഒരു റിലേഷൻ തേർഡ് നോർമൽ ഫോമിലായിരിക്കണം. അതുപോലെ തന്നെ ആ ഒരു റിലേഷനിലുള്ള ഓരോ ഫങ്ഷണൽ ഡിപ്പെൻഡൻസിയും, അതായത് A ഡിറ്റർമിൻസ് B എന്ന് പറയുന്ന ഒരു ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എടുക്കുകയാണെങ്കിൽ ഇവിടത്തെ LHS, അതായത് ഈ A എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ഒരു സൂപ്പർ കീ ആയിരിക്കണം. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അതായത് ഈ ഒരു റിലേഷൻ BCNFലാണോ അല്ലയോ എന്നാണ് ചെക്ക് ചെയ്ത് നോക്കേണ്ടത്. സെറ്റ് ഓഫ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസും തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു റിലേഷന്റെ കാൻഡിഡേറ്റ് കീസ് എന്ന് പറയുന്നത് എയും ബിയും ആണ്. സോ കാൻഡിഡേറ്റ് കീസ് എന്ന് പറയുന്നത് A ആൻഡ് B. സോ ഫസ്റ്റ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എടുക്കാം. A ഡിറ്റർമിൻസ് BC. സോ BCNFൽ എന്താണ് പറയുന്നത്? അതായത് ഒരു ഫങ്ഷണൽ ഡിപ്പെൻഡൻസിയുടെ LHS എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ഒരു കാൻഡിഡേറ്റ് കീ അല്ലെങ്കിൽ ഒരു സൂപ്പർ കീ ആയിരിക്കണം. സോ A എന്ന് പറയുന്നത് ഇവിടത്തെ കാൻഡിഡേറ്റ് കീ ആണ്. അതുകൊണ്ട് ഈ ഒരു ഫങ്ഷണൽ ഡിപ്പെൻഡൻസി BCNF ഫോളോ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസി B ഡിറ്റർമിൻസ് A. B എന്ന് പറയുന്നതും ഇവിടത്തെ കാൻഡിഡേറ്റ് കീ ആണ്. സോ ഈ രണ്ട് ഫങ്ഷണൽ ഡിപ്പെൻഡൻസിയും ഈ റൂള് ഫോളോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഈ ഒരു റിലേഷൻ എന്ന് പറയുന്നത് BCNFലാണ്. സോ ഇതെല്ലാമാണ് BCNFൽ വരുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.